ശത്രുതയൊന്നും വിചാരിക്കരുത്. അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ആ കാറൊന്ന് താ. വണ്ടി ഏതായാലും വരുന്നുണ്ടോ നോക്കടാ. അയ്യോ, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. അച്ഛനൊന്നും വരരുത് പ്ലീസ്. ആ കാറൊന്ന് താ. അച്ഛാ, അച്ഛാ, അച്ഛനൊന്നും വരുന്നില്ലല്ലോ. അച്ഛാ, ഞങ്ങൾ അച്ഛനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോട്ടെ. അയാളെ ചാവുന്നെങ്കിലെങ്കിൽ ചാവട്ടടി. അയാളുടെ ജീവൻ രക്ഷിക്കാൻ എന്റെ കാർ ഞാൻ തരില്ല. ഇറങ്ങി പോടി. അച്ഛനൊന്നുമില്ല, വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചാ മതി. ഒന്ന് നീ ഓർത്തോ, അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാ നിന്നെ ഇതിനകത്തിട്ട് കത്തിക്കും ഞങ്ങള്. ഓ, അച്ഛാ, അച്ഛാ, റോഡ് വരുന്നു. ചേട്ടാ, നിർത്തോ, നിർത്തോ, നിർത്തോ. ഓട്ടോ, ഓട്ടോ. അതൊക്കെ സൂക്ഷിച്ചെടുക്ക്. അതൊക്കെ വേഗം. നിങ്ങൾ അച്ഛനെ കൊണ്ട് വേഗം വെക്കോ, ഞങ്ങൾ പിന്നാലെ വരാം. ശരി. പോട്ടെ പോട്ടെ വെക്കോ. സച്ചേട്ടാ, ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വിളിച്ചു നോക്കി. നിങ്ങൾ അകത്തേക്ക് കയറും, ഞാൻ വിളിച്ചു നോക്കാം. എന്താടാ ഇത്? ഒന്നുമില്ല. ഇത് നമ്മുടെ വീട് തന്നെയാന്ന് കരുതിയാൽ മതി. ആരും വിഷമിക്കണ്ട. കുറച്ച് നാളത്തേക്ക് നമ്മളൊരു ട്രിപ്പിന് വന്നതെന്ന് കരുതിയാൽ മതി. പേരിന് നെറ്റിപ്പട്ടം കെട്ടിയ പോലെ സേതുമാധവനും മക്കളും കൊണ്ടു നടന്ന നെല്ലിശ്ശേരി എന്ന പേരിനി ഇല്ല. ഇന്ന് ആ പേരിന്റെ അന്ത്യ. കണ്ടോടെ അവളുടെ രോഷം. ഇപ്പോ ഇങ്ങനെയാണെങ്കിൽ യഥാർത്ഥ സത്യം അവൾ അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ആ നിമിഷം അവളെനിക്ക് വിഷം തന്ന് കൊടിയും. അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അമ്മാവന്റെ അവസ്ഥ തന്നെയായിരിക്കും എനിക്കും. ഒരു കാലത്തും അവൾ സത്യം അറിയരുത്. അവളുടെ വൈരാഗ്യത്തിന് ഇരയാവാനുള്ള ത്രാണിയൊന്നും എനിക്കില്ല. അതിനല്ലേ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ഇങ്ങനെ ചൂട് ചോറ് വാരിക്കുന്നത്. പക്ഷേ കൂടെ നിൽക്കുന്നതിനുള്ള പങ്ക് എനിക്കും കിട്ടണം. നിനക്ക് വേണ്ട ഞാൻ തരും. അവളെ ആവശ്യമില്ലാത്തൊരു ഘട്ടം വരുമ്പോൾ നമുക്ക് കാര്യങ്ങൾ തീരുമാനമാക്കണം. സേതുമാധവം ഇപ്പൊ തീർന്നു കാണാം അല്ലേ മോളെ? അയാള് ചാകണം.
നെല്ലിശ്ശേരിയിലേക്കുള്ള എന്റെ തിരിച്ചുവരവും അയാളുടെ മരണവും ഒരു ദിവസം തന്നെ നടക്കുന്നതാ നല്ലത്. ഇപ്പൊ മനസ്സിന് ഒരു സുഖമൊക്കെ തോന്നുന്നുണ്ട് അല്ലേ മോളെ? സുഖമല്ല, തണുപ്പ. ഒരുപാട് കാലം പുകഞ്ഞു കത്തിക്കൊണ്ടിരുന്നതൊക്കെ ശാന്തമായതിന്റെ തണുപ്പ്. അതെയോ? ആ ശരി, ഞാൻ പറഞ്ഞേക്കാം. സേതുമാധവന് ബോധം തെളിഞ്ഞു. അയാൾക്ക് കുഴപ്പമൊന്നുമില്ല. കഷ്ടമായി പോയി അല്ലേ മോളെ? ഒരു റീത്ത് വെക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു. സാരമില്ല, അധികം താമസിയാതെ അതിനുള്ള അവസരം ഇനിയും വരും. മരണത്തിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെട്ടെങ്കിലും ഈ ഷോക്കിൽ നിന്ന് കരകയറാൻ സേതുമാധവൻ ഒരിക്കലും സാധിക്കില്ല. ഇന്നു മുതൽ മോള ഈ നെല്ലിശ്ശേരി വീടിന്റെ അധികാരി. ഈ ഒരു ദിവസം സ്വപ്നം കണ്ടോണ്ടാ ഞാൻ ഇത്രയും കാലം ഈ വീട്ടിൽ ജീവിച്ചത്. സേതുമാധവന്റെ തകർച്ച പൂർണ്ണമാവുന്ന ദിവസം. ദൈവം എനിക്ക് വേണ്ടി കാത്തുവെച്ച ദിവസം.